ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷമാണ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ ചാക്കോച്ചന് വാക്സിൻ എടുത്തു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ നാളെ ഹാപ്പി ഹിപ്പോയ്ക്ക് പാച്ചുവിനെ കൊണ്ടുപോകണം. തോമു ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാച്ചുവിന് ഇന്നാണ് ആദ്യം അപ്പോയിൻമെൻറ്റ് പറഞ്ഞത്, പിന്നെ അത് നാളേക്ക് ആക്കി കേട്ടോ. അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റ് ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത അന്തരീക്ഷമായിരുന്നു രാവിലെ. പക്ഷേ ഉച്ചയോട് കൂടിയിട്ട് നല്ല മഴ പെയ്തു. മഴ ഒരു വരവും ഒരു പോക്കും. മുറ്റത്തൊക്കെ വെള്ളം, നമ്മൾ ടയർ പോകണിടത്തൊന്ന് കുഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അങ്ങനെ വലിയ മഴ എന്ന് പറയാനായിട്ട് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞ് പുറത്ത് നോക്കിയപ്പോഴേക്കും മഴയൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഇന്ന് ചാക്കോച്ചൻ്റെ അപ്പയുടെ കൂടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു പഴം തോന്നുന്നുണ്ട് പഴം പുഴുങ്ങിയതാണ് കഴിച്ചതെന്ന് തോന്നുന്നുണ്ട്. അവന് ഈ പഴം നെയ്യിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുപ്പരതാ കഴിച്ചതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പതിവ് പോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ച്, അപ്പോൾ ഇന്ന് ഞാൻ പറയാറില്ലേ ഇടയ്ക്ക് ഒന്ന് പഴയ ലെഫ്റ്റ് ഓവർ ഫുഡ് എടുക്കാറുണ്ടെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ദോശമാവ് ഉണ്ടായിരുന്നു, പിന്നെ നൂഡിൽസ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെയും ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഡോൺ പഴം നെയ്യിട്ട് കഴിച്ചു. അപ്പോൾ അതോട് കൂടിയിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കാരണം ഇന്നലത്തെ ചിക്കൻ്റെ കറിയുടെ, ഇന്നലെയല്ല മിനിഞ്ഞാന്ന് രാത്രിയിലത്തെ ചിക്കൻ കറിയുടെ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും ബാക്കിയുണ്ടായിരുന്നു. അത് കൂടി മൊത്തത്തിൽ അത് അവസാനിപ്പിച്ചു. അപ്പോൾ പിന്നെ എന്താ പറയുക, ഫ്രിഡ്ജ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്നരാടം കാലിയാക്കലാണ് ഇപ്പോൾ നമ്മളുടെ മെയിൻ പണി. ഫുഡ് കൂടുതൽ വെക്കാണ്ടിരുന്നാൽ മതിയല്ലോ. അങ്ങനെ പാത്രങ്ങൾ കഴുകിയതൊക്കെ ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ വേഗം വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സാധാരണ ഡിവൈൻ രാവിലെ എണീറ്റ് ഇടാറുണ്ട്, ഇന്ന് മറന്നുപോയി. അപ്പോൾ ഞാൻ എണീറ്റ് വന്നിട്ട് അതൊന്ന് ഓൺ ചെയ്തു. അങ്ങനെ പിള്ളേർസ് റെഡിയായി. അപ്പോൾ ഇന്ന് ഡിമ്പിളിന് പുറത്തുനിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിളും കൂടിയിട്ടാണ് ഇന്ന് പോണത് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ റെഡിയായി, തോമു റെഡിയായി, ചാക്കോച്ചൻ ഇനി ഇവർ പോയി കഴിഞ്ഞിട്ട് വേണം ചാക്കോച്ചനെ റെഡിയാക്കാനായിട്ട്. കാരണം ഇവിടെ എവിടെയാണ് അവിടെ പോയിട്ടാണ് മോനെ വാക്സിൻ എടുക്കുക കേട്ടോ. അങ്ങനെ ഡിമ്പിൾ ആദ്യം പോകണില്ല എന്ന് വിചാരിച്ചു, പിന്നീടാണ് പെട്ടെന്നാണ് പ്ലാൻ മാറ്റി പോകാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ആദ്യം അവിടെ ഇരിക്കുകയായിരുന്നു, പിന്നീടാണ് പ്ലാൻ മാറ്റിയത്. അങ്ങനെ ചാക്കോച്ചൻ്റെ തോമുവിൻ്റെ ഡ്രസ്സ് കണ്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ മീഷോന്നാണ് ഈ കോഡ് സെറ്റ് പോലെ ഒരുപോലെയുള്ള ട്രൗസറും ബനിയനും നല്ല സ്റ്റഫുമാണ്. വലിയ കഴുകാനും ഉണങ്ങാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ടൈപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേന നമ്മളുടെ വേസ്റ്റ് അല്ല പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുപോകുന്ന ചേച്ചിമാരാണ്. അങ്ങനെ അവർ വന്ന് അവർക്കുള്ള ബുക്കും സംഭവങ്ങളും. അപ്പോൾ ഡിവൈൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ ഒരു കവറിൽ അവിടുത്തെ സാധനങ്ങൾ വെക്കുക. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും താഴേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ഇങ്ങനെ ഇതാക്കുക ചെയ്തിരുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയില്ലല്ലോ. ഇവിടെ പരിയപ്പുറത്ത് സൈഡിലും അതെ, അവിടെ സ്ലാബും ഒരു ചാക്കിലാക്കിയിട്ട് അത് ഡാഡിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ ഇത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ചാക്കോച്ചൻ നിന്ന് ടാറ്റ പറയുക. അവന് പിന്നെ ആര് വന്നാലും പോയാലും അവരുടെ കൂടെ ഒന്ന് പോവുക, ടാറ്റ പറയുക, അവർ പോണ വരെ എത്തിച്ച് നോക്കി അവിടെ നിൽക്കുക. അതൊക്കെയാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ പണി കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ ഇന്ന് പതിവില്ലാണ്ട് ഇവരുടെ കൂടെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. സാധാരണ അവനങ്ങനെ വാശി പിടിക്കുന്നതല്ല, പക്ഷേ ഇന്ന് എന്തോ ഓച്ചുകൂടി പോകണം കണ്ടപ്പോൾ അവന് പോകണമെന്നൊരു പൂതി. അപ്പോൾ ഒന്ന് ചിണുങ്ങി കാണിച്ച് നോക്കി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒന്ന് ഗേറ്റ് വരെ കൊണ്ടുപോകുന്നു. അപ്പോൾ പിന്നെ അത് വേണ്ട, അതൊരു ശീലമായി കഴിഞ്ഞാൽ കരച്ചിലാവുമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം അവനങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവനങ്ങനെ കരയണ കുട്ടിയല്ല. പക്ഷേ ഓച്ചും എല്ലാവരും കൂടി പോകണ കണ്ടപ്പോൾ അവനൊരു പോകണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഡാഡിയാണ് ഇന്ന് മക്കളെ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇനി ഇവർ പോയി കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് അമ്മയ്ക്കും മോനും കൂടിയിട്ട് ഇവിടേക്ക് പോകാനായിട്ട്, വാക്സിൻ എടുക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ചാക്കോച്ചിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോൾ വാക്സിൻ എടുക്കണമെന്ന് തോന്നിയോ അപ്പോൾ ആ സമയത്ത് എവിടെയെങ്കിലും വരും, ഒരു നീരുവീഴ്ചയോ പനിയോ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് കോൾഡ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നോക്കണ്ട, അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ വാക്സിൻ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഡിവൈൻ്റെ ഫ്രഷ് ആവാൻ പോയേക്കാണ്. ചാക്കോച്ചൻ്റെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവനെ കൊണ്ട് വേറെ ഞാൻ പറഞ്ഞില്ലേ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നോക്കിയിരിക്കുക ഇവനെ കാണാണ്ടാവും, പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവൻ്റേതായ കുറേ കളിപ്പാട്ടങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം അവൻ്റെ കളിപ്പാട്ടം എന്താണെന്ന് കേട്ടോ. അതൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് മൂപ്പരുടെ പണി. അപ്പോൾ അവൻ സാധാരണ വണ്ടികളേക്കാൾ കൂടുതൽ ഇഷ്ടം പാത്രങ്ങളോട് കളിക്കാനൊക്കെ കേട്ടോ.
അപ്പോൾ അങ്ങനെ ടി വി കണ്ടിരിക്കണം. പക്ഷെ അവൻ സൂത്രക്കാരനെ ഞാൻ വരണു എന്ന് കണ്ടിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാത്ത പോലെ ഇരിക്കണതാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കളികൾ കാണാനായിട്ട് നല്ല രസമാണ്. കുറേ പേര് പറയും ചാക്കോച്ചൻ്റെ കളി കാണാനാണ് വീഡിയോ കാണണേന്നൊക്കെ കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അവൻ്റെ ഓരോ കാര്യങ്ങൾ. നല്ലോണം വർത്താനവും പറഞ്ഞു തുടങ്ങി മൂപ്പര്. അങ്ങനെ അവർ എല്ലാം കഴിഞ്ഞ് അവർ പോയി. ഇനിയിപ്പോൾ എൻ്റേതായ ഒരു ചെറിയ എന്താ പറയുക, ഒരു അടുക്കിപ്പെറുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു പണിയുണ്ടല്ലോ. അപ്പം ഞാനങ്ങനെ ഇപ്പോൾ കുറേ കുട്ടികൾ എന്നോട് പറയട്ടോ, ഞങ്ങളും ആൻറ്റിയുടെ പോലെയായി രാവിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഉച്ചയിലത്തെ സമയം നമ്മൾ ഉച്ചയിലത്തെ കാര്യങ്ങൾ ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ 3-4 നേരം ഞങ്ങളും ക്ലീൻ ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാൾ വരുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇതേ ആൾ വരുന്നുണ്ട് വേഗം ഒതുക്കിക്കോ, അങ്ങനെ കുറേ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ അപ്പുറത്തുനിന്ന് വരുമ്പോഴേക്കും ഇവിടെ നിന്ന് ഒതുക്കൽ, കട്ടുമെന്ന് തുണി മാറ്റിയിടൽ, സോഫയുമെന്ന് തുണി മാറ്റിയിടൽ, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പാപ്പളത്തെ കാര്യങ്ങൾ അപ്പാപ്പ ചെയ്താൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഇവൻ നോക്കിയിരിക്കുക ഓരോന്ന് ചെയ്യുന്ന ദിവാൻ്റെ മുകളിൽ കയറിയിട്ട് ഈ കണ്ണാട എടുത്തിട്ട് മുഖത്ത് വെച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. അവൻ ഞാൻ പറയും അപ്പയുടെ മോനാന്ന് പറയും. അങ്ങനെ അതും കൊണ്ട് നടന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് പതുക്കെ വാങ്ങി വെച്ചു. അപ്പോൾ മൂപ്പർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്, പോസ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നിട്ടുള്ള കളിയാണ്. വേറെ എന്താ പറയുക, അവന് ഇന്നാൾ വേണമെന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയണ പോലെ ഓച്ചുവിൻ്റെ പോലെ, ഓച്ചു അന്നും ഇന്നും. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഡിവൈൻ വന്നതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ്റെ കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ ഇരുന്ന് കളിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചാക്കോച്ചൻ്റെ കളിപ്പാട്ടങ്ങൾ ഞാൻ കാണിച്ചു തരാമെന്ന്. ഇതൊക്കെയാണ് മൂപ്പരുടെ കളിപ്പാട്ടം. അവിടെ നിന്ന് പോയി പതുക്കെ ഡ്രോ തുറന്ന് അവിടെ നിന്ന് പാത്രങ്ങൾ എടുത്തുകൊണ്ടുവരിക, സ്പൂൺ എടുക്കുക, പിന്നെ നിന്ന് കൊട്ടുക. ഇതൊക്കെയാണ് മൂപ്പരുടെ ഹോബി കേട്ടോ. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, അപ്പോൾ ഇന്ന് നേരത്തോടെയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞത്. അപ്പോൾ ഡിവൈൻ മോർണിംഗ് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവനെ പോയി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ തുണികൾ പുറത്തിടാനായിട്ട് കൊണ്ടുവച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു, കാരണം എനിക്ക് പാക്കിങ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇതിൻ്റെ പിന്നാലെ മറ്റേ വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് എനിക്കൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ അമ്മയും മോനും കൂടിയിട്ട് ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടാവുമെങ്കിൽ പിന്നെ വാക്സിൻ എടുത്തിട്ട് ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കണം. അപ്പോൾ ഡോൺ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഡിവൈൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഞാൻ മോനെയും കൊണ്ട് ഓട്ടോയിൽ പൊക്കോളാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഡാഡിയും ഡിംപിളും കൂടി മടങ്ങിയത്. അപ്പോൾ പിന്നെ ഡിംപിൾ ഇവിടെ ഇറങ്ങിയിട്ട് അവർ വീണ്ടും അവർ കയറി ഡാഡിയുടെ കൂടെയാണ് പിന്നെ പോയത് കേട്ടോ. പക്ഷേ ഡാഡി കൊണ്ടാക്കിയിട്ട് ഡാഡി ഇങ്ങോട്ട് മടങ്ങി വന്നു. പിന്നെ ഡിവൈനൊക്കെ വാക്സിനൊക്കെ കഴിഞ്ഞ് അവിടെ അരമണിക്കൂർ അത് കഴിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതുവരെ കാണാത്ത ഒരു പൂച്ച ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പം ഞാനത് നോക്കുമായിരുന്നു, കർത്താവ് ഇത് ഏതാണ് ഇനി അടുത്ത പൂച്ച എന്ന്. ഈ പൂച്ചകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അറിയാണ്ട് അകത്ത് കൂടെ കയറി കോണി കയറി മുകളിലെത്തുമ്പോഴാണ് അവിടെ നിന്ന് ആരെങ്കിലും കാണുക. അപ്പോൾ പരാക്രമത്തിൽ അവിടേക്കും പറ്റില്ല ഇവിടേക്കും പറ്റില്ല എന്നിട്ട് ആകെ കൂടെ ബഹളം വയ്ക്കും. അപ്പം നമുക്കത് പേടിയാണ്, കാരണം ആ ബഹളത്തിൻ്റെ ഇടയിൽ നമ്മളെ കാണുമ്പോൾ ചാടുക. അപ്പോൾ അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ പുതിയൊരു പൂച്ചേനെയാണ് ഇപ്പോൾ ഈ കണ്ടത് കേട്ടോ. അങ്ങനെ ഡിംപിൾ വന്നു. ഡിംപിളിൻ്റെ അവരുടെ കസിൻസ് എപ്പോഴും ഫോൺ ചെയ്യും കേട്ടോ, ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്യും. അപ്പോൾ ഞാൻ പറയും വിളിക്കുന്ന സമയത്ത് അവരോട് സംസാരിച്ചോളൂ എന്ന് പറയും. ഇവർക്ക് ഫോണിൽ സംസാരിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല. അപ്പോൾ ഞാൻ പറയും വിളിക്കുമ്പോൾ എപ്പോഴും സംസാരിച്ചോളൂ, പണ്ടത്തെ പോലെ ഇപ്പം നമുക്ക് എപ്പോഴും സംസാരിച്ച് നമ്മൾക്ക് ഒരാളെങ്കിലും നമുക്കൊരു ഫ്രണ്ടായിട്ട് വേണം. അപ്പോൾ അവരോട് നമ്മളെല്ലാതും ഷെയർ ചെയ്യണം. അപ്പോൾ അതേ ആരാണ് എന്താണെന്നൊന്നുമില്ല, ചിലപ്പോൾ ബന്ധുക്കളാവാം, ചിലപ്പോൾ കൂട്ടുകാരാവാം, ആരായാലും ഇപ്പം നമ്മളോട് പറയണേക്കാൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും പറയാം, അതിൽ വൈനോടും ഞാൻ പറയും കേട്ടോ. അങ്ങനെ ഞാൻ ഉച്ചയിലത്തേക്കുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുണി തോരയിടാൻ നിന്നു കേട്ടോ. അപ്പോൾ ഡിംപിൾ ഉച്ചയിലത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ നിന്നു. ഡിവൈൻ മോർണിംഗ് കൊണ്ട് പോയിട്ട് കുറേ ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ പാവം അവൻ്റെ കാല് നല്ല വേദനയുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രിയിലും അതെ ഉന്തിയിട്ട് നടക്കണം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ പാവം തോന്നും. അങ്ങനെ പക്ഷേ വേറെ വാശിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ നല്ല ചാളക്കറിയായിരുന്നു. പിന്നെ അക്കീരോടെ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇന്നലെ കൊണ്ടുവന്നല്ലോ, എനിക്കത് കഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോൺ ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഞാനും ഡോണും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഡാഡിയും ഡിംപിളും കൂടി കഴിച്ചു, ഡിവൈൻ അതിൻ്റെ ഇടയിൽ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ എന്താണെന്ന് പറയുക, ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ചാണ് കഴിക്കുക കേട്ടോ. അങ്ങനെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡിംപിൾ പാത്രങ്ങൾ കഴുകാൻ നിന്നു. ചാക്കോച്ചൻ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ
അവന് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്, പനിക്കാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു പനിക്കും, പക്ഷേ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ എല്ലാ ഭാഗങ്ങളും ഒതുക്കി. അപ്പോൾ പാച്ചു അപ്പാപ്പൻ്റെ കൂടെ അവിടെ കിടക്കണ്ട കേട്ടോ. അപ്പോഴാണ് ഡിംപിൾ പറഞ്ഞത്, മമ്മി സുലു കൊണ്ടുവന്ന മിഠായി ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ സാഹചര്യം ശരിയായില്ല. അപ്പോൾ ഞാൻ ഇനി പിന്നേക്ക് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു രാത്രിയാകുമ്പോൾ എങ്ങനെ വന്നാലും ഡോൺ വരണമെന്ന്. ഞാൻ ഡോണിനെ വെയിറ്റ് ചെയ്തിട്ട് നിന്ന്. ഞാൻ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് അത് പങ്കുവെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ പങ്കുവെച്ചു. അപ്പോൾ എന്നെ കളിയാക്കും, എന്നെ ബേബിമായി ഒരിക്കൽ കളിയാക്കി, നീ കിട്ടുന്ന സാധനം ഇങ്ങനെ തുല്യമായിട്ട് ഈ ഉറുമ്പ് ഇങ്ങനെ കൂട്ടി വയ്ക്കണ പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ അവർക്ക് 2 പേർക്കും ഒപ്പത്തിനൊപ്പം വെച്ച് എനിക്കും ഡാഡിക്കും ഒരു പങ്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമായിട്ട് അതങ്ങോട്ട് അവസാനിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ബബിൾസ് ഉണ്ടായിരുന്നു, കിറ്റ് കാറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഈ വേഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാതും പുറത്തത്തെ സാധനങ്ങളാകുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനതൊക്കെ പങ്കുവെച്ചു. വേഫറും കൊടുത്തു. പിന്നെ 2-3 വേഫർ ഞാൻ മാറ്റി വെച്ചു, ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാം. നമുക്ക് തന്നെ അങ്ങനെ അടുപ്പുള്ള പലരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരെണ്ണം ഞാൻ വിചാരിച്ചു, ഞാൻ പറയില്ല ആർക്കാണ് എന്താണെന്നുള്ളത് കേട്ടോ, പക്ഷെ പറ്റിയില്ലെങ്കിൽ അത് സങ്കടമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ കിടന്നാൽ ശരിയാവില്ല. ഞാൻ നേരെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്ന് ഒരു കള്ളി എടുത്തു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതന്നാൽ ഞാൻ ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, എടുത്തു വയ്ക്കുക ചെയ്യാമെന്ന്. ഇഷ്ടമില്ല എന്നല്ല, ഉപയോഗിക്കില്ല, ഞാൻ എടുത്തു വയ്ക്കുക ചെയ്യാമെന്ന്. അതിലൊന്നാണ് ഇത് കേട്ടോ. അതായത് ഡോൺ, എനിക്ക് തോന്നുന്നു ഡോൺ ഡിംപിളിന് 17 വയസ്സുള്ളപ്പോൾ 17ാമത്തെ കൊല്ലമാണ്. ആ സമയത്ത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു പെർഫ്യൂം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാൻ പറയാറില്ലേ ഉപയോഗിക്കാറില്ല എന്ന്. അങ്ങനെ വെച്ച് പ്രത്യേകിച്ച് ഈ റൂമിൻ്റെ കളറായതുകൊണ്ട് ഒരു ഷോ പീസ് പോലെയാണ് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്കിങ്ങനെ ഓരോരുത്തർ ഗിഫ്റ്റ് തന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഗിഫ്റ്റ് തന്നിട്ടുള്ളതും വാങ്ങിച്ചിട്ടുള്ളതും പിന്നെ കുറേ കസിൻസും ഉണ്ട്, ഫ്രണ്ട്സും ഒക്കെ ഗൾഫിലുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ കൊണ്ടുവരും. പിന്നെ ഡിംപിൾ ആ സമയത്ത് എപ്പോഴും പ്രോഗ്രാംസിനായിട്ട് ദുബായിൽ പോകുമായിരുന്നു. അപ്പോൾ അന്ന് പോത്തനാന്ന് തോന്നുന്നുണ്ട്, അവൻ എപ്പോഴും അവർക്ക് പെർഫ്യൂമിൻ്റെ ബിസിനസ്സായിരുന്നു. അപ്പോൾ കണ്ടമാനം പെർഫ്യൂമുകൾ കൊണ്ടുവന്നിരുന്നത്. പിന്നെ ദുബായിൽ നിന്ന് ആ സമയത്തൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നൊരു മെയിനായിട്ട് പെർഫ്യൂമുകളല്ലേ കൊണ്ടുവരിക. അങ്ങനെ ഡോൺ കൊണ്ടുവന്നതും ഡിംപിൾ പോയിട്ട് കൊണ്ടുവന്നതും ഞങ്ങൾ പോയിട്ട് വാങ്ങിയതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഡയോൺ കഴിഞ്ഞ പ്രാവശ്യം അക്കിയും പോൾസും പേപ്പനും പോയപ്പോൾ കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ അതുമതി പേര് വരെ എഴുതിയിട്ടുണ്ട്, ടോണി എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നാണ് കണ്ടത്. അവനവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത് പേര് എഴുതി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്താ പറയുക, എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടും എൻ്റെ കസിൻസായിട്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഓരോ സാധനങ്ങൾ. എനിക്ക് ആരാണ് എന്താണെന്നുള്ള ഓർമ്മയില്ല കേട്ടോ ശരിക്കും. കാരണം കുറേ നാളുകളായിട്ട് എൻ്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ശരിക്ക് ഇത് റൊമാൻസ്, ഇതിപ്പോൾ എന്താ പറയുക, ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ കല്യാണത്തിൻ്റെ സമയത്തെത്തിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എൻ്റെ അലമാരി തുറക്കുമ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, മക്കളെ നിങ്ങൾ ഈ ബോക്സ് കണ്ടിട്ട് നിങ്ങളത് മിഠായി ആണെന്ന് വിചാരിച്ചിട്ട് എടുക്കാതിരിക്കോ, പൊട്ടിപ്പോവും എന്ന് പറയും. അപ്പോൾ അവർക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഇടയ്ക്ക് പറയും മമ്മിയുടെ പെർഫ്യൂമുകളൊക്കെ എവിടെ. അപ്പോൾ ഒരിടയ്ക്കല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു കുറേ ഇതിൻ്റെ കാലിക്കുപ്പികളുടെ ഒരു കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീട്ടിൽ ഒരു വശത്ത് കബേർഡിൽ മൊത്തം ഇതിൻ്റെ തായിരുന്നു, മറ്റേ ഷോ പീസ് പോലെ ഞാൻ വെച്ചിട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ അടുത്താണ് കുട്ടികൾ എടുത്തിട്ട് കളഞ്ഞത്. എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനത്തെയൊക്കെ കളയുമ്പോൾ. പക്ഷേ ചില സമയത്ത് ഞാൻ കണ്ണടയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ദിവസം എന്ന് വെച്ചിട്ടാണ് ഇത് കാത്തു വയ്ക്കുക. ഇതൊക്കെ എന്താ പറയുക, ചില സമയത്ത് നമ്മൾ വിചാരിക്കില്ലേ, ഞാൻ പ്രത്യേകിച്ച് ഇന്ന് എനിക്കത് ഭയങ്കര സങ്കടമായി. നമ്മളുടെ ആർട്ടിസ്റ്റ് അനു ജോസഫിൻ്റെ അമ്മ സൂസമ്മ, ഞങ്ങളൊക്കെ കുറേ ഒരുമിച്ചുണ്ടായിരുന്നത്. പണ്ടത്തെ ആർട്ടിസ്റ്റുകളാണ് ഡിംപിൾ അനുവൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് കുറേ വർക്ക് ചെയ്യുകയും ഷോസിൽ പോവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇന്നലെയാണ് ഞാൻ പെട്ടെന്ന് മിനിയാന്ന് കൃഷ്ണൻ ടീച്ചറുടെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടത്, സൂസമ്മ സൈലൻ്റ് അറ്റാക്കിൽ മരിച്ചു എന്ന്. അപ്പം ഞാൻ അപ്പം തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ ഇന്നത് ഒതുക്കാൻ നിൽക്കില്ല. അപ്പം തൊട്ട് ഞാൻ ആലോചിച്ചു, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നാളെ എണീക്കുന്നു യാതൊരു പ്രതീക്ഷയില്ല, പിന്നെ എന്തിനാണ് നമ്മളിതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണേന്ന് ചില നേരത്ത് നമുക്ക് തോന്നും. പിന്നെ ചില നേരത്ത് തോന്നും അതൊക്കെ എടുത്ത് വെക്കണം എന്ന് തോന്നും. അതൊക്കെ നമ്മളെന്താ പറയുക, സാഹചര്യം പോലെ നമ്മൾ ചെയ്യണതാ എന്ന് വെച്ചാൽ ഒരാൾക്ക് അങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നല്ല കേട്ടോ പറയണത്.
അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല, തമ്പുരാൻ വിളിക്കുമ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് സോപ്പാണ് കേട്ടോ, കോക്കനട്ട് ഓയിൽ കൊണ്ടുള്ള സോപ്പാണ്. അതെനിക്ക് ജോഫി, നിങ്ങൾക്കറിയായിരിക്കും, ജോഫി ഒരിക്കൽ വന്നപ്പോൾ കോക്കനട്ടിൻ്റെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നത്, അതിൽ കൊണ്ടുവന്നതാണ് ഈ സോപ്പ് കേട്ടോ. 2 എണ്ണം ഉണ്ട്, അതവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇനി പതുക്കെ പതുക്കെ ഇതൊക്കെ ഉപയോഗിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും ക്രീമുകളായാലും അതും ഇതൊക്കെ ആയിട്ട് എപ്പോഴും സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുതരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കുഞ്ഞ് സാധനമായാലും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഉള്ള സാധനങ്ങൾ ഈ റെക്സോണയുടെ മാത്രം ഡാഡി മെന്നിൻ്റെ സംഭവമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഡയോൺ എഴുതി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് നമ്പർ ഇട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഡോണിനൊന്ന്, ഡിമ്പിളിന് ഇത് നമ്മുടെ സുലുവിൻ്റെ. ഇത് ശരിക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒതുക്കി വെച്ചില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കായാലും ഇതെവിടെയാണ് മമ്മി വെച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഇരിക്കണേ. അപ്പോൾ ഈ ഇവർക്കറിയില്ല എവിടെയാണ് എന്തായിരിക്കണേ എന്നുള്ളത്. ഇവരുടെ വിചാരം ഇത് മുഴുവൻ എന്തോ മിഠായിയാണോ അതോ എന്തൊക്കെയോ സാധനങ്ങളാണെന്നാണ് വിചാരം. ഇപ്പോൾ നിങ്ങളായാലും കാണുമ്പോൾ വിചാരിക്കും, ഇതായിരുന്നോ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് വിചാരിക്കും. ഇതിങ്ങനെ ഓരോ പ്രാവശ്യം ലതയായിട്ടായാലും ഓരോരുത്തർ കൊണ്ടുതരണ സ്വീറ്റ്സിൻ്റെ ബോക്സുകളാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാന്ന്, പ്രിങ്കിൾസിൻ്റെ കുറേ ബോക്സുകൾ അപ്പുറത്ത് കിച്ചണിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിലും ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഓരോന്നാക്കിയിട്ട് മാറ്റി വയ്ക്കുക. കാണാൻ നല്ല ഭംഗിയല്ലോ ഒരുപോലെ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ. അങ്ങനെ ഇതിൻ്റെ ബോക്സുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ പെർഫ്യൂമുകളൊക്കെ ഇട്ടിട്ട് ഒരു വശത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരെണ്ണം കഴിഞ്ഞാലും അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കത് പോയിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ മിഠായിയാണ്. ഒരിക്കലും മിഠായി അല്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊക്കെയാണോ ആൻറ്റി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പെർഫ്യൂമുകളും ബോഡി ലോഷനും ബോഡി സ്പ്രേ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഇതിലാക്കിയിട്ട് അങ്ങോട്ട് വെച്ചേക്ക്. ഇതൊക്കെ നമ്മുടെ നെസ്റ്റോന്ന് വാങ്ങിച്ചിട്ടുള്ള വേഫർ റൂൾസിൻ്റെ ബോക്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒക്കെ ഓരോന്നാക്കി അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, നിങ്ങളും അപ്പോൾ ഇന്നാൾ ടെസി വന്നപ്പോൾ പറഞ്ഞു ചേച്ചിയുടെ വീട്ടിൽ ഒതുക്കണ കണ്ടിട്ടാണ് ഞാനും ഇപ്പോൾ ഹോർലിക്സിൻ്റെ കുപ്പികളൊന്നും കളയാറില്ല. മുമ്പ് ഞാൻ കിട്ടുന്ന കുപ്പികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളയാറാ പതിവ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു 10 പ്രാവശ്യം വാങ്ങിക്കുന്ന ഹോർലിക്സിൻ്റെ കുപ്പി ഒരുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു കിച്ചണിലോ എവിടെയെങ്കിലും ഒരുപോലെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ സംഭവം ഇതൊക്കെ നമ്മൾ അപ്പം കളയുകയാണെങ്കിൽ അത് നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. പക്ഷേ നമ്മൾ ഒതുക്കി ഇതുപോലെ ഭംഗിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഈ വശത്തിരിക്കുന്നത് മുഴുവൻ പെർഫ്യൂംസാണ് അല്ലെങ്കിൽ ബോഡി ലോഷൻസാണ് എന്ന് പറയുമ്പോൾ എടുക്കാനും എളുപ്പമാണ്, കാണുമ്പോൾ വളരെ വൃത്തിയിൽ ഒതുങ്ങി അവിടെ ഇരിക്കലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തുമ്മയും ചിലതുമ്മ ഉപയോഗിക്കാത്തതാണെങ്കിൽ ഞാൻ അതുമ്മ ഈ ഇൻസുലേഷൻ വെച്ച് വെക്കും കേട്ടോ. പെട്ടെന്ന് എടുക്കുമ്പോൾ വീണ് പൊട്ടാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുട്ടികളോടും ഡാഡിയോടും പറയും, മക്കളെ ഇത് തുറക്കുമ്പോൾ ഇത് മിഠായിയാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തുറക്കായിരിക്കും, ഇതിലൊക്കെ പെർഫ്യൂമുകളും കാര്യങ്ങളാണ്, ഒക്കെ കുപ്പികളാണ്, പൊട്ടുട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ മാമ എർത്തിൻ്റെ ഫൗണ്ടേഷൻ. അങ്ങനെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളായിട്ട് എനിക്ക് തരുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് ക്യൂർ സ്കിന്നിൻ്റെ മറ്റേ എന്താ പറയുക, സൺസ്ക്രീൻ ലോഷനുണ്ട്, മോയ്സ്ചറൈസറുണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. സംഭവം ഞാനിതൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആളല്ല എന്ന് മാത്രം. എനിക്കെന്തോ അങ്ങനെ വലിയ നിങ്ങൾക്കറിയാലോ ഞാൻ എങ്ങനെ പുറത്ത് പോകാമെന്നുള്ളത് ഡിമ്പിളുടെ വീഡിയോയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് പണ്ട് തൊട്ട് എനിക്ക് തോന്നുന്നു പഠിക്കുന്ന കാലം തൊട്ട് അന്നൊന്നും ക്രീമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വെറുതെ പൗഡർ ഇടുക. അന്ന് പൊട്ട് പോലും ഇടില്ല. ഞാൻ പൊട്ടിട്ട് തുടങ്ങിയത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലതയുടെ പൊട്ട് കണ്ടിട്ടാണ് ഞാൻ പൊട്ടിട്ട് തുടങ്ങിയത്. അതുവരെ നമ്മൾ ക്രിസ്ത്യൻസ് അങ്ങനെ അന്നൊന്നും പൊട്ടൊന്നും ഇടില്ലല്ലോ. അന്ന് തൊട്ടാണ് പൊട്ടിട്ട് തുടങ്ങിയത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് പൂർണിമ ജയറാമിൻ്റെ വലിയ പൊട്ടും കുഞ്ഞേ കുത്തും അതാണ് എത്രയോ വർഷം ഞാൻ ഉപയോഗിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മച്ചി മരിക്കുന്ന സമയത്താണ് ആ വലിയ പൊട്ട് ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒരു കുത്താക്കിയത്. അതായത് നമ്മളുടെ ഷിങ്കാറിൻ്റെ ഇതുകൊണ്ട് ഒരൊറ്റ കുത്ത്, അതാണ് ഇപ്പോഴും എൻ്റെ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കുറേ ക്രീമുകളോ ഇതൊന്നും ഉപയോഗിക്കാറില്ല. മോയ്സ്ചറൈസർ ചിലപ്പോൾ ഉപയോഗിക്കും, ചിലപ്പോൾ നമ്മുടെ അലോവേര ജെല്ലിൻ്റെ ഇത് ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ബോക്സിൽ സുലുവിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് അറ്റത്ത് തന്നെ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്ന് എടുക്കാനായിട്ട് കണക്കാക്കിയിട്ട് ഞാൻ ആദ്യം വെക്കുന്ന ബോക്സിൽ ഞാൻ അതാ വെച്ചത്. കാരണം അത് ഡിമ്പിളും പറഞ്ഞു ഇനി മമ്മി അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. പെർഫ്യൂം പോലെ അല്ലല്ലോ അത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു, എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ പുരട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ സ്മെല്ല്.
എന്തോ ഒരു വല്ലാത്തൊരു, ഞാൻ പറയാറില്ലേ മുമ്പ് ഞാനും ആൻസനാണ് ഈ അത്തറിൻ്റെ ആൾക്കാർ. അങ്ങനെ ഇതാ ഇവിടുത്തെ സെക്ഷനൊക്കെ ഒതുക്കി കഴിഞ്ഞു, ഒരുവിധം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ഓരോന്ന് അതിൻ്റെ ഭംഗി പോലെ എന്താ പറയുക, എനിക്കങ്ങനെ വെച്ചാൽ എനിക്കൊരു തൃപ്തിയുള്ളൂ. ഇടകലർത്തി വെക്കാനൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ. ചിലപ്പോൾ വിചാരിക്കും വട്ടാന്ന്, പക്ഷേ എന്തോ എനിക്കറിയില്ല, എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇത് മിഠായിയാണ്. അപ്പോൾ അപ്പാപ്പൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പിള്ളേർക്ക് എടുത്തു കൊടുക്കാനായിട്ട് ഒളിച്ച് വാങ്ങിച്ച് വെക്കണം മിഠായി. അപ്പം ഞങ്ങളൊക്കെ വഴക്ക് പറയും, അങ്ങനെ കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് പറയും. പക്ഷേ അപ്പാപ്പൻ അത് ഇടയ്ക്കൊന്ന് എടുത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അധിക ഭാഗം പാച്ചൂരാണ് അത് കിട്ടുക കേട്ടോ. അങ്ങനെ ദേ നമ്മളുടെ ഈ ഭാഗം അങ്ങോട്ട് ഒതുങ്ങി. പിന്നെ പ്രത്യേകിച്ച് ഒതുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സാരി ബാഗ് ഒന്ന് പുറത്തേക്ക് എടുത്ത് തിരിച്ചു വെച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഈ കടലാസുകൾ ഇരിക്കണേന്ന്. അത് വേറെ ഒന്നല്ല, നമ്മുടെ ആഷയുടെ കൊച്ചിൻ്റെ ബാപ്റ്റിസത്തിന് അവർ സെൻറ്റഡ് പേപ്പറിലാണ് അതിൻ്റെ മറ്റേ താങ്ക്സ് കാർഡിൻ്റെ ഇത് എഴുതിയിരുന്നത്. അപ്പോൾ നല്ല മണമാണ്. അപ്പം ഞാനത് അങ്ങനെ ഈ ബാഗിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ നല്ല മണം. നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ പണ്ടൊക്കെ പ്ലെയിൻ എന്ന് പറയുന്നത്, ഫ്ലൈറ്റിൽ നിന്നൊന്നും പറയാം, പ്ലെയിനിൽ നിന്ന് കിട്ടിയ ടവല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്ന് എടുത്ത് വയ്ക്കുക. അപ്പോൾ അതുപോലെ ഇത് നല്ല സെൻറ്റഡ് ഇതാണ്. അപ്പോൾ ഞാനത് ഈ എല്ലാ ബാഗിൻ്റെ ഉള്ളിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഭംഗിയിൽ ഓരോന്ന് കയ്യത്ത്, അതായത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ ഇതുപോലെ വെക്കും. അപ്പോൾ ഞാനിത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാൻ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് എടുക്കുമ്പോൾ അത് വീഴാണ്ടിരിക്കാൻ. അവിടെ റബ്ബർ ബാൻഡ് ഇട്ടാലും മുകളിൽ കൂടെ ഇങ്ങനെ എടുത്ത് വെക്കാവുന്നതുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ എന്തായാലും ഉപയോഗിക്കണം. പിന്നെ ഇത് നമ്മളുടെ ഹെയർ സ്റ്റിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഡിവൈനാണ് എനിക്ക് ഈ ഫ്രണ്ടിൽ 2 നര വരും, അപ്പോൾ അതൊന്നാക്കി തരണത്. ഇത് മാമാ എർത്തിൻ്റെ ലിപ്സ്റ്റിക്ക്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് കേട്ടോ. അങ്ങനെ ഇത് ആ ഈ ഒരു കള്ളി അങ്ങോട്ട് ഒതുക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ദിവസം ഓരോ കള്ളി ഒതുക്കണം. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നും അതൊന്നും ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ സമയം കിട്ടാറില്ല. പിന്നെ നമ്മളിത് ഒതുക്കാൻ നിൽക്കുമ്പോഴേക്കും പിള്ളേർ സാദ്യം കയറി വരും. ഇത് മൗത്ത് ഫ്രഷ്നറാണ്, എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവുന്നതാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു പണ്ട് തൊട്ട് ഷൂട്ടിന് പോകുമ്പോൾ തൊട്ടുള്ള ഒരു ശീലമാണ് മൗത്ത് ഫ്രഷ്നർ എപ്പോഴും ബാഗിലിടാന്നുള്ളത്. ഇപ്പോൾ ഡിമ്പിളിനായാലും ഇപ്പോൾ ഞാനായാലും ഡാഡിക്കായാലും നമ്മളെന്തോ അത് അന്ന് ടിറ്റ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറി മാറി ഇപ്പം ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എക്സിബിഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലൊക്കെ കിട്ടും. ഇതിങ്ങനെ ഒരു തൂക്കത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 ബോക്സിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് മതി. അപ്പോൾ അല്ലെങ്കിൽ 10 രൂപയുടെയൊക്കെ കുഞ്ഞ് ചെപ്പൊക്കെ കിട്ടും. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ക്വാളിറ്റി സാധനം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങി അങ്ങനെ വെക്കട്ടെ. എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും അങ്ങനെ ഒരു സംഭവം. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നു സ്മിത തന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്, ഡോൺ എഴുതിയിട്ടില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത്. ഇതും മറ്റേ ഇതും അങ്ങനെ എന്താ പറയുക, എല്ലാതും ഓരോ വശത്ത് ഒതുക്കിയതിന് ശേഷം എൻ്റെ ആ ഒരു ഒതുക്കലിൻ്റെ പടികൾ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. കാരണം ഇന്ന് കണ്ടമാനം നേരം ഇതിൻ്റെ പിന്നാലെ പോയത്. അപ്പോൾ ഇതാണ്ട ഷോ പീസായിട്ടാണ് ഞാനത് പണ്ട് തൊട്ടേ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് എന്താ പറയുക, ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് മാറും കേട്ടോ. എനിക്ക് സുലു ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അത് പ്രിൻ്റ് എടുത്തിട്ട് ഈ ഫ്രെയിമിലേക്ക് ആക്കണം. അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കല്ല ഡാഡിക്കൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജൂണിൽ നമ്മുടെ കെസ് ബേബിയുടെ ബർത്ത്ഡേ വരികയാണ്, അതായത് പാച്ചുട്ടൻ്റെ. അപ്പോൾ അപ്പോഴത്തേക്കും ഒക്കെ റെഡിയാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. അപ്പോൾ അപ്പോഴേക്ക് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. അത് കഴിഞ്ഞ് വന്ന് പട്ടികൾക്കുള്ള ചോറ് വേവിക്കാനിടുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഇൻഡക്ഷനിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുക്കറിലിടുക. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ചോറ് വേവും കേട്ടോ. പ്രത്യേകിച്ച് റേഷനരി അല്ലേ, പെട്ടെന്ന് വേവും. അപ്പോൾ അത് വേവണ സമയം കൊണ്ട് ഇവർക്കുള്ള പാല് ഞാൻ റെഡിയാക്കി വെച്ച്. അപ്പം പിള്ളേർ ഹാജരായി. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ അഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊരു 5 മണി കഴിയുമ്പോഴേക്കും അവരൊന്ന് വിളിച്ചു തുടങ്ങും. ഒരു ഒറ്റക്കൊരയാണ്. അപ്പോൾ അവർ അങ്ങോട്ട് അഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ ഡാഡിയോ ഡിവൈനോ ആരാ താഴെയുള്ളതെന്ന് വെച്ചാൽ അവരഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ അവർക്ക് പാല് കൊടുക്കുക എന്നുള്ളതാണ്. കണ്ടോ, ഒരു തല്ലുകൂട്ടല്ലാണ്ട് എൻ്റെ മക്കൾ പാല് കുടിക്കണുണ്ടോ. ആദ്യം ഒരാൾ കുടിച്ചിട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കും. അപ്പോൾ ആദ്യം ഞാൻ വലിയ വട്ടപാത്രത്തിലാണ് വെച്ച് കൊടുത്തിരുന്നത്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, അത് ആകുമ്പോൾ നക്കി അവസാനിപ്പിക്കില്ല. ഇതാകുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കുഴിയുള്ള പാത്രത്തിൽ നിന്ന്. പിന്നെ കുറേ നാളുകളായിട്ട് അവർക്കത് ശീലമാണ്. ഒരാൾ കുടിച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് അടുത്ത 2 ആൾ കുടിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇനി ഇവരങ്ങോട്ട് മാറുമ്പോൾ ഇവൾ വീണ്ടും ചെന്ന് കുടിക്കും. അങ്ങനെയാണ്. വളരെ എന്താ പറയുക, വളരെ അനുസരണമുള്ള മക്കളാട്ടോ എൻ്റെ 3 ആളും. കണ്ടോ, ഇനി അവർ മാറി ഇത് കുടിക്കലോട് കൂടിയിട്ട് ഞാൻ ബാക്കിയുള്ള പാലും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 3 ആൾക്കും വയറ് ഫുള്ളാവട്ടോ. അങ്ങനെ എന്താ പറയുക, 2 ഗ്ലാസ് പാലാണ് അവരുടെ കണക്ക്. അപ്പോൾ ആ 2 ഗ്ലാസ് പാൽ അതിലൊഴിച്ച് കഴിഞ്ഞാൽ 3 ആളും കൂടി അങ്ങോട്ട് കുടിക്കും. പിന്നെ എനിക്ക് ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് ഞാൻ അവർക്ക് ചോറ് കൊടുക്കുക. പിന്നെ കിടക്കണ നേരത്ത് 12:30 ആകുമ്പോഴാണ് 11:30 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ കിടക്കണ നേരത്തെ എപ്പോഴാണോ അപ്പോഴാണ് അവർക്ക് ഇറച്ചി കൊടുക്കുക.
അപ്പോൾ ഇന്ന് ഞാൻ വെല്ലം കൊണ്ട് കാപ്പി വയ്ക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നലെ ഞാനത് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ആൻറ്റി പാൽ ഇത് എല്ലാം കഴിഞ്ഞ് ഇറക്കിയിട്ട് ഇട്ടാൽ മതി, അപ്പോൾ പിരിയില്ല എന്ന്. ശരിക്കും അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒട്ടും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. നല്ലൊരു ചായ കിട്ടി. അങ്ങനെ അപ്പോഴേക്കും ഡാഡി വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാണ് നമ്മുടെ കൊള്ളി വറുത്തത്. അപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നും കൊള്ളി വറുത്തത് കഴിക്കണേന്ന്. എന്നും അങ്ങനെ ഒരു മരുന്ന് പോലെ കഴിക്കണതല്ല, ഇത് നല്ല സാധനം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് വറുക്കുന്നിടത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുള്ള വീട്ടിൽ സാധാരണ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ വാങ്ങിച്ച് വെക്കും. അപ്പോൾ ഇഷ്ടമുള്ള സാധനം വാങ്ങി വെക്കണു, അത്രയേ ഉള്ളൂ. അപ്പോൾ കിടാങ്ങൾക്ക് ഇത് ലേസ് എന്ന് പറഞ്ഞിട്ട് തിന്നാനായിട്ട് ഇഷ്ടം. 2-3 കഷ്ണം കഴിക്കുള്ളൂ, എരിവുള്ളതാണ്. എന്നാലും അതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കേണ്ടതാണ് കേട്ടോ, അല്ലാണ്ട് വേറെ പ്രത്യേകത ഒന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെ അതേ ചോറായി. അപ്പോൾ ഡാഡി റോബസ്റ്റ് പഴം കൊണ്ടുവന്നു. അപ്പോൾ ഈ പഴം കുറച്ച് പഴുത്തു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു പുട്ടും പഴം ഉണ്ടാക്കാമെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതായത് പുട്ടിന് നമ്മൾ നനച്ചിട്ട് ഈ നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ കുറച്ച് മറ്റേ ശർക്കര ഇട്ട് കുഴയ്ക്കുക. എന്നിട്ട് നമ്മൾ പുട്ടുകുറ്റിയിൽ കുറച്ച് പൊടിയിട്ടു, കുറച്ച് നാളികേരം ഇട്ടു, അത് കഴിഞ്ഞിട്ട് ഈ ഒരു കൂട്ടിട്ടു. വീണ്ടും അങ്ങനെ ചെയ്ത് ആവി കയറ്റി വരുമ്പോഴേക്കും ഇത് വന്ന് ഈ മറ്റേ വെല്ലം ഉരുകി താഴേക്ക് ഇറങ്ങും. പിന്നെ വേറെ ഒരു കറിയും വേണ്ട, ആ പഴവും വെന്തിട്ടുണ്ടാവും. അതും കൂടി കൂട്ടി ഒരു പിടി പിടിക്കുക. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ പണികൾ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരം വൈകി. പിള്ളേരുകളൊക്കെ എണീറ്റ് വന്നു. എണീറ്റ് വന്നപ്പോൾ പിന്നെ അവർ എന്തെങ്കിലും ചെയ്യട്ടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനിരുന്നു. അപ്പോൾ ഡാഡി കുറേ വൈറ്റ് ഗോൾഡ് വളകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ ഫുൾ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഗോൾഡിൻ്റെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ, 2, 4, 6, 8 ഉണ്ട്. 10 പിന്നെ അങ്ങനെ വരാറില്ല. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു. എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. എനിക്ക് എന്തോ ചപ്പാത്തിയോട് ഭയങ്കര ഇഷ്ടക്കുറവാണ് കേട്ടോ. അപ്പോൾ മീൻ മുട്ടയും ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. നല്ല ബീഫ് കറി ആയിരുന്നു കേട്ടോ. ആരെ വെച്ചത് എനിക്കറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറ് പതിവില്ലാണ്ട് കുറച്ച് കൂടുതലുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഒരേ ഭാഗം നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എൻ്റെ പരിപാടി എന്തിട്ടാന്ന്. അങ്ങനെ ഓരോ ഭാഗവും കഴിച്ച് വെച്ച് പിള്ളേർസൊക്കെ കിടന്നുറങ്ങിയപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചൻ്റെ കാല് ഒന്ന് വേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് പറയാറിയില്ല, അവൻ സ്റ്റെപ്പ് ഇങ്ങനെ കയറാനായിട്ട് നിൽക്കും, പിന്നെ ആ കാലെടുത്ത് താഴ്ത്തി വയ്ക്കും. അങ്ങനെ 2-3 പ്രാവശ്യം കയറി ഇങ്ങനെ വെക്കലും താഴ്ത്തലും ആയിട്ടാണ് അവൻ കയറിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇത്തിരി നേരത്തെ ഞാൻ നോക്കുമ്പോൾ കരച്ചിൽ കേൾക്കുന്നുണ്ട് മുകളിൽ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവന് പനിക്കിനും ഉണ്ട്. വാക്സിൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത് നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു. മെഡിസിനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പാച്ചുട്ടൻ അപ്പാപ്പൻ്റെ അടുത്തായിരുന്നു ഡിംപിൾ കുളിക്കാൻ പോയപ്പോൾ. അവിടെ നിന്ന് വന്ന് കുരിശ് വരച്ച് കിടക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ അവൻ്റെ പുതിയ സൂക്കേടാണ്. അമ്മേനെ എപ്പോഴും ഉമ്മൻ കൊടുക്കുക, ലവ് യു അമ്മ എന്ന് പറയലാണ് ഇപ്പോൾ അവൻ്റെ മെയിൻ പണി കേട്ടോ. കൈ കൊണ്ട് അങ്ങനെ കാണിക്കും ഐ ലവ് യു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു ഉറക്കത്തിൽ ചാടി എണീറ്റിട്ട് ഐ ലവ് യു അമ്മ എന്ന് പറയും ഇത്രേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കുട്ടികൾ ഇങ്ങനെ വലുതായി വരികയല്ലേ. അത് നമ്മുടെ ചാക്കോച്ചനും പറയും ഐ ലവ് യു പറയും. അവൻ പറയുമ്പം നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ നമുക്കറിയാം അവൻ പറയണത് ഇതാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ചാക്കോച്ചൻ എങ്ങനെ എണീക്കണേന്ന് അറിയില്ല. പനിയാണോ കാലുവേദനയാണോ, കരയുണ്ട് പാവം. എന്നാലും നല്ലതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.